ഈ 9:5 മാത്രമാണ്. 9:5 അതിന്റെ മാത്രം മുകളിലും പറഞ്ഞിട്ടുള്ള താഴെയുള്ളത് പറയേ, പരിപാടി നമുക്ക് തീർക്കാം, വെറുതെ മെഴുകല്ലേ. യെസ്, നിങ്ങൾ നമ്പർക്ക് എന്താ വിളിച്ച? ഞാൻ കൊറേ വട്ടം വിളിച്ചല്ലോ. പറയൂ. എന്താ നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് ഇത്ര ദേഷ്യം? മുസ്ലിങ്ങളോട് ദേഷ്യമല്ലല്ലോ, ഇസ്ലാമിനോടല്ലേ ദേഷ്യം. അത് ശരി, ഇസ്ലാമിനോട് ദേഷ്യമുണ്ട്, മുസ്ലിങ്ങളോട് ദേഷ്യമില്ല. അങ്ങനെ നിങ്ങളൊക്കെ പാവങ്ങളല്ലേ, തലയിൽ ഇസ്ലാം എന്ന വൈറസ് ബാധിച്ച പാവങ്ങൾ. അത് ശരി. നിങ്ങൾക്ക് രോഗം എങ്ങനെയുണ്ട്? ആശ്വാസം ഉണ്ടോ? ലേഹ്യം വാങ്ങി കഴിക്കുക, അല്പ കുറവ് കിട്ടും. അല്ല ഭ്രാന്തിന്. ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഞാൻ രോഗം കൂടെ പറഞ്ഞോ? അതെ, രോഗം പറഞ്ഞല്ലോ. നിങ്ങൾ വിശ്വാസിയാന്നല്ലേ പറഞ്ഞേ? വിശ്വാസിയായ പ്രശ്നമാണ്. പിന്നെ വിശ്വാസം ഇല്ലാതായ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വെക്കും. അങ്ങനെ ആദ്യം പറഞ്ഞെന്താന്നോ, ഒരു കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പൽ പോലെയാണ്. അപ്പൊ ആ കപ്പലില് എന്ത് ചെയ്യണം എന്നെ പറയാൻ മുഴുവൻ അനുവദിക്കണ്ടോ? നിങ്ങൾ അതിന്റെ അടി ഇന്റർപ്റ്റ് ചെയ്യരുത്, മറ്റേ സവാസ്റ്റ് പുന്നക്കൽ കളിക്കരുത്. ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്നുള്ളത്. മണ്ടത്തരം പറഞ്ഞ് മെഴുകി പോവാന്നൊന്നും നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. നല്ലൊരു ആദർശത്തിലേക്ക് ജീവിക്കും. നല്ല ആദർശം ഉണ്ടല്ലോ, സ്വതന്ത്രം എന്താന്ന് പറയുന്നത് നല്ലൊരു ആദർശല്ലേ. നിങ്ങളൊരു അത് ശരിയാ, അത് ശരിയാ. വിശ്വാസം വേണ്ട, ആദർശമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസം വേറെ, ആദർശം വേറെ. അത് ശരി. നിങ്ങൾ ആദർശത്തിന്റെ ആളാണ്, വിശ്വാസമില്ല. ആദർശത്തിന്റെ ആളാണ്, വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറയുന്നത് വേറെയാണ്. അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. നിങ്ങള് നമ്മള് വന്നിരിക്കണേ 9:5 മാത്രം. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അതെ, ഞാൻ കണ്ടു. അതിലെ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മോളും അടിയൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ 9:5 ഈ 9:5 മാത്രമാണ്. 9:5 മാത്രം പറയേ, പരിപാടി നമുക്ക് തീർക്കാം, വെറുതെ മെഴുകല്ലേ. ഈ 9ാമത് പറഞ്ഞ സൂറത്ത് തൗബല്ലേ? നിങ്ങൾ അതിന്റെ മുകളിലും താഴെയുള്ള കാര്യം എന്താന്ന് പറ. ഇതെന്താ വായിച്ച, ഇതെന്താ കണ്ടെന്ന് പറഞ്ഞ മുഴുവൻ പറയാം. പറഞ്ഞിട്ടുണ്ട് 9:5. നിങ്ങൾ പറഞ്ഞു അതിന്റെ മുകളിലും താഴെ എന്തോണ്ട്, അതെന്താ നിങ്ങൾ പറഞ്ഞോ, പരിപാടി ഇങ്ങനെ തീർക്കാലോ. അല്ല, ഇത് അത് മാത്രല്ല കണ്ട, അതിന്റെ മോളും നിങ്ങളല്ലേ പറഞ്ഞത് അത് എടുക്കണം. അത് എടുത്താൽ ഞാനല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ മുകളിലും താഴെ എടുക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. 9:5 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ പറഞ്ഞ അതിന്റെ മുകളിലും താഴെ ഉണ്ടെന്ന്. അതെന്താന്ന് പറയും. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോൻ. നിങ്ങൾ അതിന്റെ അപ്പുറം വായിക്കാൻ പറഞ്ഞ അപ്പുറം വായിക്കണം, ഇപ്പുറം വായിക്കാൻ നിങ്ങൾ വായിച്ച ആളല്ലേ, പറ എന്താ എഴുതിയിരിക്കണെന്ന് പറ. നിങ്ങൾ ഒരു ആദർശം പറയുമ്പോ ആ സാധനത്തിന്റെ മുകളിലും താഴെ പറയണെങ്കിൽ പറയില്ലേ, ഫോൺ വെക്ക്. സമയം കണ്ട കാളന്യം പോത്തിന്യം പുറത്തേറി പോവാനേ ഈ ചാക്കുട്ടിന് കിട്ടൂല. നീ നിങ്ങൾക്ക് സമയം തന്നിട്ട് നിങ്ങൾ പറയുന്നില്ല. കാര്യം പറയും, വേഗം പറയും. മുകളിലും താഴെ എന്താന്ന് പറ. ഈ ഖുർആനെ കുറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങൾ മുകളിലും താഴെ എന്താന്ന് പറ. 9:5 മുകളിൽ 9:4 9:6 എന്താ പറയണെന്ന് വേഗം പറയും. താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞത് എന്താ? ഖുർആൻ ഒരു ഭാഗം എടുക്കുകയും മറ്റേ ഭാഗം എടുക്കാതിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഖുർആനെ സമീപിക്കരുത് എന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഹലോ, ഖുർആന്റെ ഒരു ഭാഗം എടുത്തിട്ട് മറ്റേ ഭാഗം മറച്ചു വെക്കരുത്. അങ്ങനെ പറയാനില്ല. അപ്പൊ പെണ്ണുങ്ങളെ കൊണ്ട് ചീത്ത കേൾപ്പിച്ചു. നീ വന്ന് വണ്ടിക്ക്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ഖുറാനിനകത്ത് പറയുന്ന വിശ്വാസം, അത് വിശ്വാസമായി കണ്ടുകൊണ്ട് തീവ്രവാദികൾ ഇവിടെ ഉണ്ട്, ജിഹാദികൾ ഇവിടെ ഉണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാർ അതാണ്. അപ്പൊ അത് നിങ്ങളുടെ ആദർശമായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുന്നു. അത് നമുക്ക് ആദർശമാക്കാൻ കഴിയില്ല. അത് നമ്മൾ കുപ്പത്തൊട്ടിയിൽ എറിയേണ്ട സാധനമാണ്. ഒരു സംശയമില്ല, നമ്മള് 100% ഞാൻ യോജിക്കുന്നു. എറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ വെറുതെ കുരുപൊട്ടി വന്നിട്ട് ഇസ്ലാമിനോട് എന്തിനാ ചേട്ടാ വെറുപ്പ് എന്നും ചോദിച്ചിട്ട് മെഴുകിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. കളിക്കല്ലേ, പറയുന്ന അങ്ങോട്ട് കേക്ക്. അതിൽ ക്ഷമിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലായി സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. ഒരാൾ സംസാരിക്കുമ്പോ താനും ജിഹാദി പോലെ തന്നെയല്ലേ? ചോദിച്ചതിന് ഉത്തരം പറയാം. 9:5 മുകളിൽ താഴെ എന്താന്ന് പറയാ. അല്ലെങ്കിൽ 9:5 മുകളിൽ താഴെ എന്താന്ന് പറയാ.
ഇതാണോ താൻ പഠിച്ചത്? ഇങ്ങനെ സംസാരിക്കാനാണോ? ഇങ്ങനെ ഒരാൾ സംസാരിക്കാതെ താൻ മുകളിലും താഴെ എന്താണെന്ന് പറ. താൻ ജിഹാദി തമ്മിൽ എന്താ വ്യത്യാസം? താൻ എസ്ഡിപിക്കാരനും തമ്മിൽ എന്താ വ്യത്യാസം? താൻ ജിഹാദി തമ്മിൽ എന്താ വ്യത്യാസം? താനും IS തമ്മിൽ എന്താ വ്യത്യാസം? അവരും തന്നെ പോലെ തന്നെ ഖുറാന്റെ ഒരു ഭാഗം മറച്ചു വെക്കുന്നു, മറ്റേ ഭാഗം പറയുന്നു. നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? നീയും SDPയും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടോ? ഖുറാന്റെ ഒരു ഭാഗം മറച്ചു വെക്കുന്നു, മറ്റേ ഭാഗം പറഞ്ഞു കൊടുക്കുന്നു, അല്ലേ മോനെ? ഹലോ, 9:05 മുകളിലും താഴെ എന്താന്ന് ഞാൻ പറഞ്ഞു, എന്നിട്ട് ഫോൺ വെച്ചോ. മെഴുകാൻ പറ്റില്ല. നിങ്ങളെന്തെങ്ങനെ കൽപ്പിക്കണത്? കാര്യം പറയേ. നിങ്ങൾ വെറുതെ ആളുടെ സമയം നിങ്ങൾ വെറുതെ മെനക്കെടുത്തരുത്. കാര്യം പറയും. 9:05 മുകളിലും താഴെ എന്താന്ന് പോയി നോക്കിയോ? നിങ്ങൾക്ക് ആശയം പറയാൻ 9:05 മുകളിലും താഴെ എന്താണെന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇല്ലെങ്കിൽ മെഴുകാൻ പറ്റില്ല. ഫോൺ കട്ട് ചെയ്തോ. ഇല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. ഞാനല്ലല്ലോ ആയത്ത് കൊടുത്തത്, നിങ്ങളല്ല ആയത്ത് കൊടുത്തത്. നിങ്ങളല്ലേ പറഞ്ഞതിന്റെ മുകളിലും താഴെ എന്തോ എഴുതിയിട്ടുണ്ട്. അതെന്താ എഴുതിയെന്ന് പറയൂ. അവരുമായി ഉടമ്പടി പാലിക്കണം. ആ ഉടമ്പടി ലംഘിക്കുകയാണെങ്കിൽ ആ ഉടമ്പടി കഴിയോളം അവരെ കാത്തിരിക്കണം. അത് നിങ്ങളല്ല അവരുമായി പ്രശ്നമുണ്ടാക്കി. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മുഴുവൻ കേൾക്കി. നിങ്ങൾ ഇങ്ങനെ ചാടിക്കളിക്കല്ലേ? നിങ്ങൾ എന്നോട് വായിക്കാൻ പറയാം. വായിക്കുമ്പോ നിങ്ങള് കാര്യം എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ആശയം പറയാ. ഇങ്ങനെ ആശയം പറഞ്ഞ ആരാ സ്വീകരിക്കുക സുഹൃത്തെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതാ ഉടമ്പടി എന്ന് പറ. മാവനെ കൊണ്ട് അതിനൊന്നും ആവൂതന്നെ. ഏതാ ഉടമ്പടിന്റെ പേര് അവിടെ എഴുതിയിട്ടില്ല. അത് ലോകത്ത് ഏത് ആളുകളായിട്ട് ഉടമ്പടി ചെയ്താൽ ആ ഉടമ്പടി കഴിയോളം കാത്തു നിൽക്കണം. പിന്നെന്താ അവിടെ പറയുന്നത്? ഇന്ന ഉടമ്പടിയാണ്, ആ ഉടമ്പടി കഴിയോളം കാത്തുനിന്നാ മതി എന്നാണോ അവിടെ പറയണേ? ഈ ഉടമ്പടിയിൽ എന്താ പറഞ്ഞെന്ന് പറ. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അതെ, അവിടെ ഉടമ്പടിയില് എന്താ പറഞ്ഞെന്ന് പറ. അതെ, അവരുമായി ഒരു സമൂഹമായി നമ്മൾ ഉണ്ടാക്കുന്ന ഉടമ്പടി എന്താവട്ടെ, ആ ഉടമ്പടി കഴിയാതെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉടമ്പടി എന്താന്ന്. അതങ്ങ് പറഞ്ഞാ പോരെ. നിങ്ങൾ എന്തിനാ വെറുതെ ഏറിയെന്നെടുത്ത് പറയണേ? ആ ഖുറാനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഉടമ്പടിയിൽ എന്താണ് പറയുന്നത്? താനെന്തിനാ ഉടമ്പടി പിടിക്കുന്നത്? ഉടമ്പടി നിങ്ങളല്ലേ ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞേ? ഞാനാണോ? ഉടമ്പടി കൊണ്ടുവന്ന് നിങ്ങളല്ലേ? ഞാനാണോ? ഏത് നേരത്താണോ ഉടമ്പടി കട്ടുമുറിച്ച് മറച്ചു വെച്ച ആളല്ലേ താനെ? താൻ ഏറ്റവും വലിയ കള്ളനല്ലേ? ഉടമ്പടിയിൽ ഉള്ളത് എന്താന്ന് പറ. ഞാൻ വേദത്തിൽ കള്ളം കൈകടത്തി ഉടമ്പടിയിൽ എന്താ പറ. താങ്കൾ SDPA ചെയ്യുന്ന പോലെ ചെയ്യുന്നത് പരിപ്പൊക്കെ കൈവച്ചാ നിങ്ങൾ ഉടമ്പടിയിൽ എന്താന്ന് പറ. എടാ കുട്ടി, ഇത് ഖുർആനാണ്. തന്നെ പോലെ നല്ലത്. ഡോക്ടറുടെ ചങ്ങായി എനിക്ക് സംസാരിക്കാൻ മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. ാണോ തെമ്മാടി വസല്ലം. ഓക്കെ, അവരെ കാത്തിരിക്കുക, 4 മാസം അവർക്ക് സമയം കൊടുക്കുക. അതൊക്കെ ഉടമ്പടി പ്രതീക്ഷയ്ക്ക് ശേഷമുള്ള കാര്യം. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? നിങ്ങൾ പറയണ കേൾക്കാതെ ഇങ്ങനെ കിടന്ന് തുള്ളണെന്തിനാ? പറയണ കേൾക്ക്. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. നിങ്ങൾ ഉടമ്പടിയിൽ എന്താ പറഞ്ഞെന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ കടന്നിട്ട് തളച്ചിട്ട് കാര്യമില്ല. മണ്ടന്മാരോട് സംസാരിച്ച് താൻ തുള്ളിയിട്ട് കാര്യമില്ല. അവർക്ക് മതം മാറാൻ അവസരം കൊടുത്തിട്ട് അവർ മാറിയില്ല എന്നുണ്ടെങ്കിൽ 4 മാസം കഴിയുമ്പോൾ അവർക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ഇവിടെ പദ്ധതിയിട്ടത്. ഇതാണ് ഇവിടെ നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാക്കാമാര് ചെയ്യുന്ന സാധനം ഇതാണ്. അപ്പൊ അത് നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ കോയ പോയി പഠിച്ചു. ഓക്കെ, ശരി, പോട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. ഇവിടുത്തെ നാട്ടുകാർ എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.